വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കെഎസ്ആർടിസി ജീവനക്കാർക്ക് 2 മാസത്തെ ശമ്പള കുടിശ്ശിക നാളെ നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്ക് സിംഗിൾ ഡ്യൂട്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. എന്നാൽ ഇക്കാര്യം യൂണിയനുകൾ അംഗീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ ശമ്പള കുടിശ്ശികയും ഇന്നും നാളെയും കൊണ്ട് കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചർച്ച ആരംഭിച്ചത്. അതുകൊണ്ട് BMS-നെ സംബന്ധിച്ച് തൊഴിൽ ചെയ്ത ആളുടെ കൂലി നൽകുക എന്നുള്ള അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. KSRTCയെ സംബന്ധിച്ച് ഇന്നത്തെ ചർച്ച വിജയപ്രദമാണ് എന്ന് മാത്രമല്ല, KSRTCയുടെ സുഗമമായ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നുകൂടിയായിരുന്നു. ഞങ്ങൾ ജൂൺ മാസം 6-ാം തീയതി KSRTCയുടെ ചീഫ് ഓഫീസ് പടിക്കൽ നടത്തിയ സമരം, അതിലുന്നയിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് KSRTCയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടണം എന്നുള്ളതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വളരെ ഗുണകരമായി. KSRTCയുടെ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ KSRTCയിലെ ജീവനക്കാരന്റെ ശമ്പളം എല്ലാ ചെലവും KSRTCയിലെ ജീവനക്കാരല്ലാതെ ഉണ്ടാക്കി വെച്ച ബാധ്യത, കാലാകാലങ്ങളായി മാറി വന്നിട്ടുള്ള മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത മൂലം ഉണ്ടാക്കിയിട്ടുള്ള ബാധ്യത ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 75% ശമ്പളം ഇന്ന് ക്രെഡിറ്റ് ആകും. 25% ആഗസ്റ്റ് മാസത്തെ പൂർണ്ണമായിട്ടുള്ള ശമ്പളവും നാളെ തന്നെ ക്രെഡിറ്റ് ആക്കാൻ വേണ്ടിയുള്ള സംവിധാനം അദ്ദേഹം തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം, ഈ മാസം മുതലുള്ള ശമ്പളം, സെപ്റ്റംബർ മാസം മുതലുള്ള ശമ്പളം പ്രത്യേക ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് 5-ാം തീയതി കൊടുക്കാനുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശവുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഓണത്തിന് മുമ്പ് KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത പുറത്തുവരുന്നു. ശമ്പള കുടിശ്ശിക നാളെ തീർക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തീർക്കുമെന്നും ഉറപ്പ് നൽകുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? എന്തായാലും കേരളത്തിലെ 25,000-ഓളം വരുന്ന KSRTC ജീവനക്കാർക്ക് താൽക്കാലിക ആശ്വാസമായി ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ഓണത്തിന് മുൻപ്, അതായത് നാളെ തന്നെ 2 മാസത്തെ ശമ്പളം പൂർണ്ണമായി നൽകും. ഇന്നിപ്പോൾ ജൂലൈ മാസത്തെ 75% ശമ്പളം ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് കൂടാതെ 25% ശമ്പളവും ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും നാളെ നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ ഓണം ബോണസ്, അഡ്വാൻസ് എന്നിവയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതേസമയം ഏറ്റവും ഒരുപക്ഷെ ഭാവിയിൽ ഇനി പ്രശ്നമുണ്ടാകാൻ പോകുന്നത് സിംഗിൾ ഡ്യൂട്ടി ക്രമീകരണവുമായി ബന്ധപ്പെട്ടാണ്. 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി ചെയ്യാമെന്ന് എല്ലാ യൂണിയനുകളും അംഗീകരിച്ചു. പക്ഷേ അത് 12 മണിക്കൂർ സ്പ്രെഡ് ഓവർ ഡ്യൂട്ടിയായി, അതായത് ഡ്യൂട്ടി തീരുന്നത് വരെ 12 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യണമെന്നുള്ള നിർദ്ദേശം അത് യൂണിയനുകൾ അംഗീകരിച്ചില്ല. പക്ഷേ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് അത് അത്തരമൊരു നിർദ്ദേശം പരീക്ഷാടിസ്ഥാനത്തിൽ നടപ്പാക്കണം. അത് ഒക്ടോബർ 1 മുതൽ നടപ്പാക്കാം. ഒക്ടോബർ 1 മുതൽ 6 മാസം ഒരു പരീക്ഷണ കാലയളവായി നോക്കണം. ഈ പരീക്ഷണ കാലയളവിൽ എല്ലാവരും സിംഗിൾ ഡ്യൂട്ടി ചെയ്യണം, ഈ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണമെന്ന സാഹചര്യമല്ല. അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ഓരോ റീജിയണൽ ബേസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആ റീജിയണൽ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷം അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകളും അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയതിൽ KSRTCക്കുണ്ടായ മെച്ചവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിലയിരുത്തും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ യൂണിയനുകൾ പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും 2 മണിക്കൂറോളം മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രി 2 മണിക്കൂറും ഈ വിഷയം, KSRTC ജീവനക്കാരുടെ പ്രശ്നം മാത്രം കേട്ടു. 2 മണിക്കൂർ മുഖ്യമന്ത്രി കേട്ട് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മറ്റാശയവിനിമയങ്ങളും, അതായത് നാളെ ശമ്പളം നൽകാനാകുമോ തുടങ്ങിയ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസം, ശമ്പള കുടിശ്ശിക നാളെ തീർക്കണമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ശമ്പള പ്രതിസന്ധിയിൽ ഇന്നും ഡിപ്പോകളിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിൽ ജീവനക്കാർ കുടുംബസമേതം നിൽപ്പ് സമരം നടത്തി. കണ്ടക്ടർ ഗോപികൃഷ്ണനാണ് പ്രതിഷേധിച്ചത്. ഞങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ കൈ കണ്ടല്ലോ, ഞാനത് വീണ് ഒടിഞ്ഞതാണ്. ഈ കൈയും വെച്ചിട്ടാണ് ഞാൻ ലൈൻ ഡ്യൂട്ടിക്ക് പോണത്. കൃത്യം 16 ഡ്യൂട്ടി കൂടുതൽ ഞാൻ ചെയ്യണമുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് 2 മാസമായി. ഞങ്ങൾക്ക് ഇതുവരെ ഈ കൊച്ചിന് ഓണക്കോടി വാങ്ങിക്കണം, അതുപോലെ നടന്നിട്ടില്ല.
ഇനിയിപ്പോ ഈ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ ഫീസ് അടയ്ക്കണം, അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവൾക്ക് ഫീസ് കൊടുക്കണം. ഇതൊക്കെ എവിടെ നിന്ന് കൊടുക്കും? ഒരു യൂണിയനും ഇതിന് മുന്നിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സമരമുറ സ്വീകരിച്ചത്. ഈ കൈയുടെ ഓപ്പറേഷന് വേണം കാശ്. ഈ കൈയുടെ ഓപ്പറേഷൻ ചെയ്യണം, എനിക്ക് 2 വിരളനങ്ങില്ല. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. യൂണിയൻകാർ പറയുന്നത് കുറച്ചുകൂടെ ക്ഷമിക്ക്, ഇന്ന് തരും നാളെ തരുമെന്നാണ്. എത്ര നാളിങ്ങനെ ക്ഷമിക്കും? കടക്കാരൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? നാണം കിടന്ന ഒരു അവസ്ഥയാണ് ഈ വരുന്നത്. ഇനി ആരുടെ മുന്നിലാണ് ഇനി ചെന്ന് കൈ നീട്ടേണ്ടത്? ആരും പേടിച്ച് നമുക്കൊരു 5-ന്റെ പൈസ തരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇതിന്റെ മറു സമരം എന്ന് പറയുന്നത് ഇവർ തന്നെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ചങ്ങ് കത്തിക്കുക. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. കാണാന്നുള്ളതിൽ അധികമായി. ഇത് അവസാനത്തെ ശ്രമമാണ്. ഒരു യൂണിയൻകാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കണേ. ഇതിന് മാധ്യമങ്ങളെങ്കിലും മുന്നോട്ട് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ അടിമകളൊന്നുമല്ല. ഞങ്ങളും അധ്വാനിച്ച് പണിയെടുത്ത കൂലിയാണ് ചോദിക്കണത്. അതിന് കുറെ കൂപ്പൺ തന്നിട്ട് കാര്യമില്ല. ഒരു 4 അംഗമുള്ള വീട്ടിൽ ഒരു മാസത്തേക്ക് 2000 രൂപ അല്ലെങ്കിൽ മാക്സിമം പോയി 2000 രൂപയുടെ പലവ്യഞ്ജനം മതി. ഇവർ പറയണ 20,000 രൂപയുടെ 40,000 രൂപയുടെ കൂപ്പൺ തന്നിട്ട് ഈ പലവ്യഞ്ജനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു കാര്യമില്ല. ഇത് ഞങ്ങളുടെ പ്രതിഷേധ സമരമാണ്. ഈ കാട്ടാക്കട ഡിപ്പോയിലെ എല്ലാ KSRTC തൊഴിലാളികൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബം നടത്തുന്ന പ്രതിഷേധമാണ്. വയനാട് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്നാണ് പ്രതിഷേധിച്ചത്. ശബരി സ്വാശ്രയ സംഘം എന്ന ഡ്രൈവർമാരുടെ കൂട്ടായ്മയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഈ രീതിയിലുള്ള ഇത്രയും മുമ്പിവിടെ നമ്മുടെ ഒരു മെമ്പർ സൂചിപ്പിച്ച പോലെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ എറണാകുളം പറവൂരിൽ ഗർഭിണി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു. തിരുവനന്തപുരം സ്വദേശി അമലയാണ് മരിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പോലീസ് പങ്കുവെക്കുന്ന റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ടാണ് ഭർത്തൃവീട്ടിൽ വെച്ച് അമലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇൻക്വസ്റ്റ് അടക്കം രേഖപ്പെടുത്തി പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരം ചാക്ക സ്വദേശിയാണ് ഈ മരിച്ച അമല. അവർ 2 വർഷം മുമ്പാണ് പറവൂർ സ്വദേശിയായ രഞ്ജിത്തിനെ വിവാഹം കഴിച്ചത്. ഈ മരണത്തിന് പിന്നിൽ ഭർത്തൃവീട്ടിലെ പീഡനമാണ് എന്നാണ് ഈ അമലയുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. കാരണം ഈ അമലയെ വീട്ടിലേക്ക് വിടാതെ അടക്കം വലിയ മാനസിക പീഡനം ഏൽപ്പിച്ചിരുന്നു എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. മറ്റ് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട പരാതികളോ അത്തരം പരാതികൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ളവ പരിശോധിച്ചു വരുന്നു എന്നും പോലീസ് പറയുന്നു. ഒപ്പം ഈ അമല ഗർഭിണിയായ വിവരവും വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല എന്ന പരാതിയും ഉണ്ടായിരുന്നു. എന്തായാലും ഉച്ചതിരിഞ്ഞ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ശരി അനീഷ്. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കരയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് പരാതി. വിദ്യാർത്ഥിനിയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ബാങ്കിലെത്തി ജാമ്യം നൽകാമെന്ന് പറഞ്ഞിട്ടും വായ്പ നിഷേധിച്ചുവെന്നാണ് ആരോപണം. ബംഗളൂരുവിൽ ആദ്യവർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ കൊട്ടാരക്കര സ്വദേശിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഈ മാസം 13-ന് ആരംഭിക്കുന്ന ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ പങ്കെടുക്കണമെങ്കിൽ പണം അടയ്ക്കണമായിരുന്നു. ഇതിന് കഴിയാതെ വന്നതോടെയാണ് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ബന്ധുക്കൾ. ഇപ്പം മാറിയ കോളേജിലോട്ട് ലോണിന് അപേക്ഷിക്കാൻ ഇവിടെ ഇരിക്കുന്ന ലേഡി മാനേജർ ഒരു തരത്തിൽ അത് ശാസനമാക്കി തരത്തില്ല. നേരത്തെ ഇരുന്ന് വേറെ ഒരു പുരുഷനായിരുന്നു. ആ സാർ അത് ശരിയാക്കി തന്നതായിരുന്നു. 22 രൂപ നമ്മൾ അടച്ചതും അവരുടെ കൈവശമുണ്ട്. എന്നിട്ടും അവരെ ലോൺ ശാസനമാക്കി തരുന്നില്ല. കുഞ്ഞ് നടന്ന് തള്ളയും മോളോട് നടന്ന് ഒരു വർഷം നഷ്ടപ്പെടുമോ എന്ന ഭയവും പഠനം തുടരാൻ കഴിയില്ലെന്ന ഭീതിയും ഏറെ വിഷമിപ്പിച്ചെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. താൻ ജാമ്യം നൽകാമെന്ന് കാനറ ബാങ്ക് ശാഖയിലെത്തി അറിയിച്ചിട്ടും വായ്പ നിഷേധിച്ചെന്ന് കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ. ഇതൊന്നും ഈ ബാങ്കിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതല്ല വിദ്യാഭ്യാസ ലോണ്. വീണ്ടും പറയുന്നു, വിദ്യാഭ്യാസ ലോൺ നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് വിദ്യാഭ്യാസ ലോൺ. അതുകൊണ്ട് പാവപ്പെട്ടവന് ഈ ലോൺ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് ബാങ്ക് ലോൺ നിഷേധിച്ചാലും ആ ബാങ്കിലെ മാനേജർമാരെ ഉൾപ്പെടെ വഴിയിൽ തടഞ്ഞ് അവരെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സമരമാർഗങ്ങളെല്ലാം സമാധാനപരമായ സമരമാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ടവന് ലോൺ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കൊട്ടാരക്കരയിലെ കാനറ ബാങ്ക് ശാഖ വായ്പ അനുവദിച്ചതനുസരിച്ചാണ്
കുട്ടി ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനത്തിന് ചേർന്നത്. എന്നാൽ ബാങ്കിൽ പുതിയ മാനേജർ എത്തിയതോടെ അനുവദിച്ച ലോൺ പിടിച്ചുവെക്കുകയായിരുന്നുവെന്ന് പരാതി. ഇതിനിടെ പണമടയ്ക്കാൻ കഴിയാതെ വന്നതോടെ പുതിയ കോളേജിലേക്ക് മാറി. ഇവിടെയും അനുവദിച്ച വായ്പ നൽകാൻ ബാങ്ക് തയ്യാറായില്ല. വീട്ടിനുള്ളിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ രക്ഷകർത്താക്കൾ തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 40% പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലത്ത് വീണ്ടും മനുഷ്യക്കടത്ത്. ഓസ്ട്രേലിയയിലേക്ക് ബോട്ട് മാർഗം കടക്കാൻ ശ്രമിച്ച 11 പേരെ കൊല്ലത്ത് പോലീസ് പിടികൂടി. 2 പേർ ശ്രീലങ്കൻ സ്വദേശികളും 9 പേർ തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ളവരുമാണ്. തമിഴ്നാട് ക്യൂബാഞ്ച് സംഘം ഇവരെ ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ മാസം 19-ന് ശ്രീലങ്കയിൽ നിന്ന് ചെന്നൈ വിമാനത്താവളം വഴി ടൂറിസ്റ്റ് വിസയിലെത്തിയ ട്രിങ്കോമാലി സ്വദേശികളായ ആന്റണി, കേശവൻ, പവിത്രൻ എന്നിവരെക്കുറിച്ച് നടത്തിയ അന്വേഷണമാണ് മറ്റു 9 പേരെ പിടികൂടുന്നതിലേക്കെത്തിയത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പ്രകാരം കൊല്ലം ബീച്ച് റോഡിലെ ലോഡ്ജിൽ നിന്ന് 2 ശ്രീലങ്കൻ സ്വദേശികളെയും 9 അഭയാർത്ഥികളെയും കണ്ടെത്തി. തിരുച്ചിറപ്പള്ളി, ചെന്നൈ, മണ്ഡപം ക്യാമ്പിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘവും കൊല്ലത്തെത്തി ഇവരെ ചോദ്യം ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് ആരുടെ ബോട്ടിലാണ് ഇവർ കടക്കാൻ ശ്രമിച്ചതെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശ്രീലങ്കയിലെ ലക്ഷ്മണനാണ് ഇവരുടെ ഏജന്റെന്നും കണ്ടെത്തി. ലക്ഷ്മണന്റെ കൊല്ലത്തെ കൂട്ടാളികളെപ്പറ്റി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊല്ലം. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കുന്നതിന് സുപ്രീംകോടതി കൂടുതൽ സമയം അനുവദിച്ചു. 2023 ജനുവരി 31-നകം വിചാരണ പൂർത്തിയാക്കാനാണ് പുതിയ ഉത്തരവ്. നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. കേരളത്തിലെ തെരുവുനായ ആക്രമണങ്ങൾ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് യു ലളിത അധ്യക്ഷനായ ബെഞ്ചാണ് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കേസ് അടിയന്തരമായി പരിഗണിക്കാൻ തീരുമാനിച്ചത്. പേവിഷബാധയ്ക്ക് എതിരെയുള്ള വാക്സിൻ എടുത്തിട്ടും 12 വയസ്സുകാരി മരിച്ചത് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സാബു സ്റ്റീഫനാണ് കോടതിയെ സമീപിച്ചത്. അതേസമയം തെരുവുനായ വിഷയത്തിൽ വിദഗ്ധ സമിതി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അതായത് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ട് ഇതിലൊരു വിദഗ്ധ സമിതി അന്വേഷിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വളരെ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായ അന്വേഷണം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ വിദഗ്ധ സമിതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഏതാണ്ട് പൂർത്തിയാകുന്നു. അത് ഗവൺമെന്റ് ഓർഡർ ആവും വൈകാതെ. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ഘടിപ്പിച്ച തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപ്പാക്കിയും തുറമുഖ കവാടത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. ഉപവാസ സമരം പാളയം ഇമാം VP സുഹൈബ് മൗലവി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളിക്ക് സർക്കാർ നൽകുന്ന സഹായ പദ്ധതി തട്ടിപ്പാണെന്ന് ലത്തീൻ സഭ നേതൃത്വം ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപത നേതൃത്വം നൽകുന്ന സമരം 5ാം ഘട്ടത്തിലേക്ക് കടന്നു. തുറമുഖ കവാടത്തിന് മുന്നിൽ ബിഷപ്പുമാർ ഉപവാസ സമരം തുടങ്ങിയതോടെയാണ് സമരം ശക്തിയാർജിച്ചത്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്കിയം, സഹായമെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസ് എന്നിവരടക്കം 6 പേരാണ് ആദ്യ ദിനം ഉപവാസ സമരം ഇരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ലത്തീൻ അതിരൂപത തുറമുഖ നിർമ്മാണത്തെ പിന്തുണച്ചിട്ടില്ലെന്ന് ബിഷപ്പ് സൂസപ്പാക്കിയം പറഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ന്യായമാണെന്നും എത്രയും വേഗം പരിഹരിച്ചു തരാമെന്നുമാണ് ഉത്തരവാദിത്വ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഒരു കീറാമുട്ടിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വാണിജ്യ തുറമുഖം തന്നെയാണ്. പാളയം ഇമാം VP സുഹൈബ് മൗലവി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് സുഹൈബ് മൗലവി പറഞ്ഞു. ഒരു ജനത ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയുടെ ഭാഗമായി ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റാൻ എന്തെങ്കിലും നമ്മെ കൊണ്ട് വല്ലാണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം അത് എന്തെങ്കിലും പോസിറ്റീവായിട്ട് മാറുമെങ്കിൽ മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനാ മനസ്സോടുകൂടിയാണ് ഈ ഒരു മഹത്തായിട്ടുള്ള സംഗമത്തിൽ സമ്മേളിച്ചിട്ടുള്ളത്. കൊല്ലം രൂപതാമെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ തോമസ് തറയിലും പിന്തുണ പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തി. PC ജോർജും പിന്തുണ അറിയിച്ചെത്തി. തുറമുഖ കവാടത്തിന് മുന്നിലെ സമരം ഇന്ന് 21ാം ദിവസത്തിലേക്ക് കടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരം ഉടൻ തീരുമെന്ന് കരുതുന്നില്ല എന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. നടപടിയെടുക്കേണ്ടവർ പോർട്ടുമായി അവിഹിത ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. എനിക്ക് തോന്നുന്നില്ല അടുത്ത നാളിൽ എന്നെങ്കിലും ഈ സമരം അവസാനിപ്പിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകും എന്ന്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർത്തിയ ആ വലിയ ഒരു ആവശ്യം. കോഴിക്കോട് കൊടുവള്ളിയിൽ കാറിലിടിച്ച് റോഡിൽ വീണ സ്കൂട്ടർ യാത്രക്കാരൻ ബസ് കയറി മരിച്ചു. കൊടുവള്ളി വെള്ളാരം കല്ലുങ്ങൽ അബ്ദുൾ മജീദാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ ബദറുദ്ദീന് പരിക്കേറ്റു. രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ഇരുവരെയും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അബ്ദുൾ മജീദിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാനായി രാഹുൽ ഗാന്ധി ഇന്ന് ഗുജറാത്തിൽ 12:30 പരിവർത്തൻ സങ്കല്പ് സഭയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു. സബർമതി ആശ്രമവും സന്ദർശിച്ചാണ് മടങ്ങുക. ഈ മാസം 15-ന് മുൻപായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കും. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വിശ്വനാഥ് സിംഗ് വഘേല ഇന്നലെ രാജിവെച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായി. കാനഡയിൽ 2 യുവാക്കൾ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. കുത്തേറ്റാണ് എല്ലാവരും കൊല്ലപ്പെട്ടത്. മധ്യ കാനഡയിലെ സസ്ക്യാഷൻ പ്രവിശ്യയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെയാണ് ആക്രമണ പരമ്പര അരങ്ങേറിയത്. ജെയിംസ് സ്മിത്ത്, ക്രീനേഷൻ, വെൽഡൺ എന്നീ മേഖലകളിൽ 13ഇടത്താണ് ആക്രമണമുണ്ടായത്. 15 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റവരെ 3 ഹെലികോപ്റ്ററുകളായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാദേശിക കായിക മത്സരത്തിലെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത് എന്നാണ് വിവരം. പ്രതികളെന്ന് സംശയിക്കുന്ന 2 യുവാക്കളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, തെക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? രജനി, നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ 24 മണിക്കൂറിൽ ലഭിക്കും. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204 വരെ മഴയാണ് ലഭിക്കാൻ സാധ്യത. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാളും സമാനമായ രീതിയിൽ കുറച്ചുകൂടി വടക്കോട്ട് മഴ മാറാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് നാളെ അപ്രതീക്ഷിതമായ ഒരു ന്യൂനമർദ്ദം കിട്ടേക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതാണ് നിലവിലെ കിഴക്കൻ മഴ പടിഞ്ഞാറൻ മഴയായി മാറാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇതാണ് വീണ്ടും, അതായത് ഓണം ദിവസങ്ങൾ ഉത്രാടം വരെയും സംസ്ഥാനത്ത് മഴ തുടരും. ഒരുപക്ഷെ അതിനുശേഷമുള്ള സാഹചര്യം, അതായത് ന്യൂനമർദ്ദത്തിന്റെ ശക്തി അനുസരിച്ച് വരും ദിവസങ്ങളിൽ സാഹചര്യം മാറാനും സാധ്യതയുണ്ട്. എന്തായാലും നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കും. തെക്കൻ കേരളത്തിൽ നാളെ അതിതീവ്ര മഴയും മറ്റന്നാൾ മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയും ലഭിക്കും. ശരി. തിരുവനന്തപുരം മങ്കയത്ത് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് 2 മരണം. കാണാതായ നെടുമങ്ങാട് സ്വദേശി ഷാനിദയുടെ മൃതദേഹം കണ്ടെടുത്തു. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷാനിദയുടെ ബന്ധു നസ്രിയ ഫാത്തിമയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. 10 പേരടങ്ങുന്ന സംഘം മങ്കയത്തിന് സമീപത്തുള്ള വാഴത്തോപ്പ് ഭാഗത്ത് കുളിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇതിൽ 8 പേരെ ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 6 വയസ്സുകാരി ഹൈറു SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. അട്ടപ്പാടി ആനക്കട്ടിക്ക് സമീപം തൂവയിൽ മലവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോയി. തമിഴ്നാട് സ്വദേശി കീർത്തിരാജിന്റെ കാറാണ് ഒഴുക്കിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന കീർത്തിരാജിന്റെ ഭാര്യയ്ക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞതിനാൽ അപകടം ഒഴിവായി. കോയമ്പത്തൂരിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു കീർത്തിരാജും ഭാര്യയും. തോട്ടിൽ ജലനിരപ്പ് ഉയരുന്നത് കണ്ട കീർത്തിരാജ് ഭാര്യയെ കാറിൽ നിന്നും പുറത്തിറക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം കാർ ഒഴുക്കിൽ പെടുകയായിരുന്നു. ഏറെ ദൂരം ഒഴുകിപ്പോയ കാർ ഒരു മരത്തിൽ തട്ടി നിന്നു. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് മേട്ടുപ്പാളയം ഊട്ടി പൈതൃക തീവണ്ടി സർവീസ് റദ്ദാക്കി. ഇന്ന് രാവിലെയാണ് മേട്ടുപ്പാളയത്തിന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞത്. തുടർന്ന് രാവിലെ ഊട്ടിയിലേക്ക് പോയ ട്രെയിൻ പാതി വഴിയിൽ സർവീസ് റദ്ദാക്കി മേട്ടുപ്പാളയത്തിലേക്ക് തിരിച്ചെത്തി. 180 വിനോദസഞ്ചാരികളാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. മണ്ണിടിച്ചിലിൽ യാത്ര മുടങ്ങിയതിന്റെ നിരാശയിലാണ് മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾ. മാക്സസെ പുരസ്കാരം നിരസിച്ചതിന് പിന്നിൽ തന്നെ കടന്ന് ഒരാൾ ഉണ്ടാകരുത് എന്ന പിണറായിയുടെ വാശിയെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. തെരഞ്ഞെടുപ്പിന് ശേഷം KK ശൈലജയോട് പ്രത്യേക മനോഭാവത്തോടെയാണ് പെരുമാറുന്നത്.
കോവിഡ് കാലത്ത് ഉപകരണങ്ങൾ വാങ്ങിയത് അന്വേഷിച്ചാൽ ശൈലജ ടീച്ചർ അടക്കം എല്ലാവരും കുടുങ്ങുമെന്നും സുധാകരൻ പറഞ്ഞു. CPM-ന്റെ അകത്ത് തനിക്ക് മുകളിൽ ആരും ഉയരരുത് എന്ന നിഷ്കർഷത കുറേ കാലമായി വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് CPM-ന്റെ നേതൃത്വം. പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ റീസെന്റായി നമ്മൾ കാണുന്ന ഒരുപാട് ഇഷ്യൂസ്, ഇത് മാത്രമൊന്നുമല്ല, വേറെ സോ മെനി അതർ ഇഷ്യൂസ്, ആ പ്രശ്നങ്ങളിലെല്ലാം എന്നെ കടന്ന് എനിക്കപ്പുറത്ത് ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നിഷ്കർഷ ബുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ CPM. സത്യാവസ്ഥ അന്നത്തെ ആ കാലഘട്ടത്തെ പടർന്ന് വന്ന രോഗത്തെ അതിജീവിക്കാൻ സാധിച്ച പ്രവർത്തനങ്ങളിലെല്ലാം പിറകിൽ അഴിമതിയുണ്ട്. ആ അഴിമതി സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ എല്ലാവരും കുടുങ്ങും, അതിൻ്റെ അകത്ത് എല്ലാവരും കുടുങ്ങും, അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊന്നോണക്കാലം തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ മങ്ങാട്ട് ഭട്ടത്തിരി ആറന്മുളയ്ക്ക് തിരിച്ചു. പൂജകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കുമാരനെല്ലൂർ മങ്ങാടില്ലത്ത് രവീന്ദ്രബാബു ഭട്ടത്തിരി ചുരുളൻ വള്ളത്തിൽ ആറന്മുളയ്ക്ക് തിരിച്ചത്. ഇന്ന് രാത്രി ചക്കുളത്തുകാവിൽ തങ്ങുന്ന സംഘം ഉത്രാടനാളിൽ ആറന്മുളയിൽ നിന്നും കാട്ടൂരിലേക്ക് പുറപ്പെടും. കാട്ടൂർ ഇല്ലത്ത് നിന്നും തിരുവോണ ദിവസം പുലർച്ചെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് തിരുവോണത്തോണിയിലാണ് മങ്ങാട്ട് ഭട്ടത്തിരിയുടെ യാത്ര. പാലക്കാട് ആലത്തൂരിൽ നടന്ന കാളപൂട്ട് മത്സരം ആവേശമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നായി 150 ജോഡി കാളകളാണ് അണിനിരന്നത്. ആലത്തൂർ തോണിപ്പാടത്താണ് വാശിയും ആവേശവും നിറഞ്ഞു നിന്ന കാളപൂട്ട് മത്സരം നടന്നത്. 100 മീറ്റർ ദൂരം ഏറ്റവും വേഗതയിൽ ഓടിയെത്തുന്ന കാളയ്ക്കാണ് സമ്മാനം. പാലക്കാട്, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 150 ജോഡി കാളകളെയാണ് മത്സരത്തിനെത്തിച്ചത്. കോഴി കൊടുത്തിട്ട് അങ്ങനെ നിർത്തി, അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് കന്ന് വാങ്ങി വാശിയേറി മത്സരത്തിൽ വന്ന് പങ്കെടുക്കുക, അതിന് പ്രൈസ് വാങ്ങുക, കപ്പുണ്ടാക്കുക, അങ്ങനെ ആവേശമാകുമ്പോൾ കന്ന് മറിച്ച് വെക്കും, വീണ്ടും വാങ്ങും, വീണ്ടും അതേ ഒരു ലെവലിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 2 വർഷമായി മത്സരങ്ങൾ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ 100 കണക്കിന് ആളുകളാണ് മത്സരം കാണാനെത്തിയത്. ന്യൂസ് 18 പാലക്കാട്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.